പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം. നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രിയ മക്കളെ, ഇവിടെ പറയുകയാണ് നമ്മൾ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം എന്ന് വിചാരിക്കുന്നത് അത് മറന്നു പോവുകയും മറക്കണമെന്ന് വിചാരിക്കുന്നത് ഓർമ്മിച്ചിരിക്കുന്നതും ഹല്ലേലൂയ. ഓരോരുത്തരുടെയും സ്വഭാവം ഇതുപോലെ തന്നെയാ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ ഏതു രീതിയിൽ, എവിടെ നിന്ന്, എങ്ങനെ, ഇപ്പോൾ നാം എങ്ങനെയായിരിക്കുന്നു, ഹല്ലേലൂയ, അതെല്ലാം ദൈവത്തിന് ഓർത്ത് നമ്മൾ നന്ദി പറയണം. പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. പ്രിയ മക്കളെ, നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ ഓർത്ത്, കർത്താവ് നമ്മെ വിടുവിച്ച കാര്യങ്ങൾ ഓർത്ത് കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രം കരയറ്റുവാൻ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കുവാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവപ്പച്ചൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ, വിധികളെ, ചട്ടങ്ങളെ അതോരോന്നും നമ്മൾ മറക്കാതെ, അത് അലക്ഷ്യമാക്കാതെ വേണ്ടും പോലെ ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പന പ്രകാരം നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ നമ്മൾ ഓർമ്മയിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ, എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളത് കൊണ്ടും ഞാൻ നിന്നെ പോകയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ പറയുന്ന നോക്കൂ, അവന് സുഖമുള്ളത് കൊണ്ടും നിന്റെ കുടുംബത്തെ സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമ്മൾ ഹല്ലേലൂയ ഒരിക്കലും മറന്നു പോകരുത്. സുഖമാ, ഇത് നമുക്കൊന്നിനും ഒരു കുഴപ്പവുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യേശുപ്പച്ചനെ നമ്മൾ വിളിക്കാതിരിക്കരുത്. കർത്താവിന്റെ സുഖകാലമായാലും ദുഃഖകാലമായാലും ഏത് നിമിഷവും നമ്മൾ കർത്താവിനെ മറന്നൊന്നും ചെയ്യാതെ, പ്രിയ ദൈവമക്കളെ, കർത്താവിനെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സുഖവും ദുഃഖവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവപ്പച്ചൻ ഭൂമിയിലായിരുന്നപ്പോഴും എന്തെല്ലാം കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയതാണ് പ്രിയ മക്കളെ. അത് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് പറയുന്നുണ്ട്, കണ്ണാലെ കണ്ട കാര്യം മറക്കരുതെന്ന്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. ഹല്ലേലൂയ. അതായത് മിസ്രയീം ദേശത്ത് നിന്ന്, ഫറവോന്റെ കയ്യിൽ നിന്ന് നിന്നെ എപ്രകാരം വിടുവിച്ച് ഹല്ലേലൂയ ഇവിടെ കൊണ്ടുവന്നോ, ഹല്ലേലൂയ, നീ അതൊന്നും മറന്നു പോകരുത്. അത് നിന്നെ കൊണ്ടുവന്നത്, നിന്നെ വിടുവിച്ചത് നീ മാത്രമല്ല, നിന്റെ തലമുറകളോടും പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ തലമുറകൾ അറിയണം. യേശു എപ്രകാരമാണ് നമ്മെ സ്നേഹിക്കുന്നത്, നാം എവിടെ നിന്നാണ് ഈ സ്ഥിതിയിൽ കടന്നു വന്നത്, കർത്താവ് നമ്മെ ആ സ്നേഹിക്കുന്ന സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പങ്കിടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവർ യേശുവിനെ അറിയണം. പ്രിയ മക്കളെ, നാം മാത്രം, മാതാപിതാക്കൾ മാത്രം യേശുവിനെ വിളിച്ചുകൊണ്ടിരുന്നാൽ പോരാ. പ്രിയ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളും കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞ, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നിന്റെ മക്കളോടും, ഹല്ലേലൂയ, മക്കളുടെ മക്കളോടും പറയണം. ഹല്ലേലൂയ. നാം മറ്റുള്ളവരോട് കർത്താവ് നമ്മെ കൊണ്ടുവന്ന സ്ഥിതികൾ, ഹല്ലേലൂയ, നമ്മെ കർത്താവ് ഓർത്ത ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ നമ്മൾ മറക്കാതെ അവരോടും പറയുവാൻ ഹല്ലേലൂയ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അടുത്തതായിട്ട് നോക്കൂ, ആവർത്തന പുസ്തകം 4-ന്റെ 23 പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമ
നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിന്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. യഹോവയുടെ നിയമം മറക്കരുത്. യാതൊരു ബിംബത്തെയും ആരാധിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഉണ്ടാക്കരുത്. ആരുടെയും ഹല്ലേലൂയ ബിംബങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നമസ്കരിക്കരുത്. അതെല്ലാം നിങ്ങൾ മറക്കാതെ ഹല്ലേലൂയ കർത്താപ്പച്ചനെ ഓർത്ത് നിയമം മറന്നു പോകരുത്. നിങ്ങൾ അതെല്ലാം ഓർമ്മയോടെ ഇരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ യാതൊന്നിന്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ ഹല്ലേലൂയ കർത്താവിന് തന്നെ നമ്മൾ മുൻസ്ഥാനം കൊടുക്കുന്നവരായിരിക്കണം. പിന്നെ മതി നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ഹല്ലേലൂയ കർത്താവിന് മുൻസ്ഥാനം കൊടുത്ത് ഹല്ലേലൂയ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നുണ്ട് ആവർത്തന പുസ്തകം 25-19 വാക്യത്തില് അമാലേക്കിന്റെ ഓർമ്മ മായ്ച്ചു കളയണമെന്ന്. ഹല്ലേലൂയ. അത് മറന്നു പോകരുതെന്ന്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്തെ ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം നോക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ അവിടെ എഴുതിയിട്ടുണ്ട് ഹല്ലേലൂയ മോശയും അഹരോനും ഒക്കെ എങ്ങനെയാണ് അമാലേക്ക് ശക്തികളെ ജയിച്ചെന്ന്. ഹല്ലേലൂയ. പ്രിയ മക്കളെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഇവിടെ പറഞ്ഞെന്താന്ന് അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അമാലേക്ക് ശക്തികൾ നമ്മുടെ അടുക്കൽ വരാതിരിപ്പാൻ നാം തന്നെ സൂക്ഷിക്കണം. പ്രിയ മക്കളെ അടുത്തതായിട്ട് സദൃശവാക്യം 3:1 പറയുന്നുണ്ട് മകനെ എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഓരോ കാര്യങ്ങൾ ഉപദേശിച്ച് തന്നിരിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ മറന്നു പോകാതെ തൻ്റെ കൽപ്പനകളെ അത് മനസ്സിലാക്കി ഓരോന്നും അതുപ്രകാരം ജീവിക്കുന്നവരായി തീരണം. പ്രിയ മക്കളെ അത് നമ്മൾ കൽപ്പനകളെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. നോക്ക് ഇവിടെ പറയും മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. കർത്താവ് എന്തെല്ലാം നിയമങ്ങൾ വ്യവസ്ഥകൾ നമുക്ക് വെച്ചിട്ടുണ്ടോ അതുപ്രകാരം വേണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. ഹല്ലേലൂയ. അതായത് അടുത്തതായിട്ട് പറയുന്നുണ്ട് എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ ഹല്ലേലൂയ നമ്മൾ നന്മ ചെയ്യുവാൻ ഹല്ലേലൂയ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ ഹല്ലേലൂയ മറ്റുള്ളവരുമായിട്ടൊരു കൂട്ടായ്മ കാണിക്കുവാനോ അതായത് ഹല്ലേലൂയ ആവശ്യത്തിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ അതൊന്നും മറന്നു കളയാതെ അത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ എബ്രായർക്ക് ലേഖനം 13:1 പറയുന്നുണ്ട് സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ ഹല്ലേലൂയ മറ്റുള്ളവരെ മാനിക്കേണ്ടുന്നത് പോലെ നമ്മൾ മാനിക്കണം. പ്രിയ മക്കളെ ഹല്ലേലൂയ മാറ്റി നിർത്തുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത്. എല്ലാവരെയും ഒന്നായി സ്നേഹിപ്പാനും എല്ലാവർക്കും ഒരുപോലെ നമ്മൾ പങ്കിടുന്നവരുമായി തീരുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. അടുത്തതായിട്ട് പറയുന്ന സങ്കീർത്തനങ്ങൾ 103:2 ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയ മക്കളെ നമുക്ക് എത്രമാത്രം ഉപകാരങ്ങളാണ് നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. എണ്ണി എണ്ണി പറയത്തക്കവണ്ണം നമുക്ക് വേണ്ടി അപ്പച്ചൻ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ അപ്പന് നന്ദിയും സ്തുതിയും സ്തോത്രം കരയറ്റുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഹല്ലേലൂയ നമ്മൾ ജീവിക്കുന്നത് തന്നെ കർത്താവ് ചെയ്യുന്നത് കൊണ്ടാ ആ അപ്പച്ചന്റെ ഹല്ലേലൂയ ആ ഒരു ഉപകാരമാ. ഹല്ലേലൂയ. നമുക്കൊന്ന് ശ്വാസം എടുക്കുവാൻ തരുന്നത് കർത്താവേ. പ്രിയ മക്കളെ അതിനെല്ലാം നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ദൈവത്തെ നമ്മളെ മറന്ന് ഒന്നും ചെയ്യരുത്. ഹല്ലേലൂയ. കർത്താവിന് മുൻസ്ഥാനം കൊടുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടം മുന്നോട്ട് തന്നെ ആയിരിക്കണം. അത് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. പല ലോക ചിന്തകള് ജഡീയ മോഹങ്ങളൊക്കെ നമ്മുടെ ഹല്ലേലൂയ അടുക്കലേക്ക് കടന്നു വരും. പ്രിയ മക്കളെ അതൊക്കെ മറക്കണം നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ഓർക്കണം, കർത്താവിന് മുൻസ്ഥാനം കൊടുക്കണം. കർത്താവിനെ മറന്ന് നാം ഒന്നും ചെയ്യരുത്. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും അപ്പനെ മറന്ന് ഒന്നും ചെയ്യുവാൻ അനുവദിക്കല്ലേ.
അപ്പനുള്ള ആശ്രയത്തിൽ ഓരോരുത്തരുമായി തീരുവാൻ കർത്താവിന് മുൻസ്ഥാനം കൊടുക്കുന്നവരായി ഹല്ലേലൂയ ആയി തീരട്ടെ. കർത്താവേ, അവിടുന്ന് ഓരോ മക്കളെയും സഹായിക്കണമേ. വചനങ്ങൾ ഓരോ മക്കളെയും ജീവിപ്പിക്കുന്നതായി തീരുവാൻ, ഓർമ്മപ്പെടുത്തുന്നതായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.